നമ്മുടെ രമണേച്ചിയുടെ ഒരു 4 സെന്റ് ഇതാണോ അല്ലെങ്കിൽ അതാണോ സംശയം വന്നേ ഇതന്നെ. കാരണം ഇത് കൊള്ളണ്, രമണേച്ചിയുടെ പറമ്പിലൊരു കൊള്ളുണ്ട്. എനിക്ക് മുന്നേ ആരോ വന്നിട്ട് ഇവിടെ കൃഷി ചെയ്ത് ഗൈസ്, എനിക്കതാണ് മനസ്സിലാവത്തെ. ഹലോ ഗൈസ്, എല്ലാവർക്കും വലിയ റൈവറുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്നൊരു സാറ്റർഡേ ആയിട്ടാണ്. നമ്മൾ സാറ്റർഡേ ആയിട്ട് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് ചില്ല് ചെയ്യാൻ വേണ്ടി ഇറങ്ങാൻ പോകും ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് പോകും. ഇന്നൊരു കിണക്കം വീഡിയോ ആയിരിക്കും ഗൈസ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നേരെ പിള്ളേരടുത്തേക്ക് പോകാം, എന്നിട്ട് കാണാം. ടാറ്റാ. ടുട്ടാശാനുണ്ട്, സഞ്ജുണ്ട്, അവിടെ പിള്ളേർക്ക് വരുന്നുള്ള. പിന്നെ നമ്മുടെ മാട്ടാറിൻ്റെ GK പ്രോസ് ബാക്കിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഗൈസ് അവിടെ പോയിട്ട് കാണാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ പൊക്കളങ്ങര പിള്ളത്. പൊക്കളങ്ങര വന്നപ്പോൾ ഒരു ചായ കുടിക്കാൻ വെച്ചു. അങ്ങനെ ചായ കുടിച്ചോണ്ടിരിക്കുമ്പോഴേ എൻ്റെ ശ്രദ്ധയിലൊരു സാധനം വിട്ട് ഗൈസ്. ഇതൊന്ന് നോക്കിക്കേ, കേരളത്തിലെ ഏറ്റവും നല്ല റോഡിനുള്ള അവാർഡ് കരസ്ഥമാക്കിയ പൊക്കളങ്ങര റോഡ്. ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇന്നലെ 10:10 വരെ ഞാനിവിടെ ഉണ്ടാവുന്നതാ, ഞാൻ അറിഞ്ഞില്ല ഈ സംഭവം. അന്നാ ഒന്ന് കാണല്ലേ ഗൈസ്. ചന്തി കാണിച്ചു എന്ന് പറഞ്ഞൊരു കേസ് സർക്കാർ കടലാസിൽ ഞാൻ എങ്ങനെ എഴുതും പിള്ളേച്ച? വേണ്ട, ചന്തിന്ന് എഴുതണ്ട, കുണ്ടീന്നാവല്ലോ. വേറെ വല്ല വകുപ്പും ചേർത്ത് അവനെ 3-4 മാസം ഉള്ളി തള്ളാൻ നമ്പൂരിശം പോലീസിന് എന്ത് തരണം? എന്തായാലും ഗൈസ്, എൻ്റെ നാട്ടിൽ ഇത്രയും വലിയൊരു റോഡ് വന്നിട്ട് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ വളരെ മോശം. എന്തായാലും ഈ ട്രിപ്പിൻ്റെ അതൊന്ന് കണ്ടിട്ട് പോവാം അല്ലേ. രാമൻ നായർ വലിയ വെടി ഒന്നാ ചെറിയ വെടി ഒന്നാ, ശത്രുദോഷം പെട്ടെന്ന് തീരാനുള്ള വെടി വഴിപാട്. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഞാൻ നമ്മുടെ നാട്ടിലെ ആ റോഡ് കണ്ടുപിടിച്ച് ഗൈസ്. വലിയ വെടി 4 ചെറിയ വെടി 4. കൃഷ്ണവിലാസം വലിയ വെടി ചെറിയ വെടി. ഇത് കൊള്ളല്ലേ സത്യം പറഞ്ഞാല്. ആഹാ, അങ്ങനെയാണെങ്കിൽ ഒന്നും നോക്കില്ല ഗൈസ്. വെടി വഴിപാടാണല്ലേ കൃഷ്ണവിലാസം. മൈക്കിൽ കൂടെ വിളിച്ചു പറയാതെ വെടി വഴിപാട് നടത്താൻ പറ്റുമോ? വിളിച്ചു പറയാതെ അപ്പുറത്തെ കടയിൽ പോയിട്ട് ഒരു മനോരമ മേടിച്ചിട്ടുണ്ട്. ഇനിയാണ് ഒരു ഐറ്റം, പുതിയ ബിസിനസ് തന്ത്രം ഞാൻ ഇറക്കാൻ പോണ്. കാരണം നാട്ടിൽ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ട് നമ്മളായിട്ട് അത് കാണാണ്ടിരിക്കാൻ പാടില്ലല്ലോ. എന്തായാലും കണ്ടോണ്ടിരിക്കട്ടാ. ഗൈസ്, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കൊള്ളാല്ലേ കളി. കാരണം വെച്ചാൽ ഈ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏങ്ങണ്ടൂരിൻ്റെ ഹൃദയഭാഗത്ത് കൂടെ പോകണം. അതായത് ഏങ്ങണ്ടൂർ പഞ്ചായത്തിൻ്റെ തൊട്ടപ്പുറത്തൂടെ പോകണ പൊക്കളങ്ങര റൂട്ട് എന്ന് പറഞ്ഞിട്ടാ ഏങ്ങണ്ടൂരത്തിന്. അപ്പോൾ ഇത്രയും വലിയ അവാർഡ് പൊന്നെ ഇനി സ്വപ്നങ്ങളിൽ മാത്രം. നമ്മുടെ പിള്ളേർ വരുന്നുണ്ട് ഗൈസ്. ഗൈസ്, അപ്പോൾ മനോരമ കൈ കിട്ടിയ സ്ഥിതിക്ക് ക്യാമറ വഞ്ചുണ്ടാക്കിയേ. ഇത്തിരി കുറഞ്ഞാലും വേണ്ടില്ല, വിളി വേണ്ട. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ ശത്രുദോഷത്തിനുള്ള വെടി വഴിപാട് മൈക്കിലൂടെ വിളിച്ചു പറയാതിരിക്കാൻ പറ്റുമെന്നാ ചോദിക്കണേ. പിള്ളേച്ചനാണോ വെടി വഴിപാടാവുമ്പോ സാധാരണ വിളിച്ചു പറയലാ പതിവ്. കൃഷ്ണനമ്പൂരി വെടി വഴിപാടാവും, വിളിച്ചു പറഞ്ഞോളൂ. കൃഷ്ണവിലാസം ഭഗീരഥൻ പിള്ള വലിയ വെടി 4 ചെറിയ വെടി 4. 4 വെള്ളം ഇറക്കിണ്ട് ഞാൻ. ഇത് റോഡാണ് എന്തായാലും പറയില്ലല്ലോ. എനിക്ക് തോന്നുന്നത് കൊള്ളാന്നാ അല്ലേ, കായലും കാര്യം തോന്നണേ. 4 വെള്ളം ഇറക്കിയത് കരക്കറിഞ്ഞത്. ആ വെള്ളം കാണിച്ചെടുത്തേ. വേറെ ഐറ്റം ഉണ്ട്, എന്നിട്ട് അറിയോ? ബോട്ട്. ബോട്ട് നമുക്ക് തങ്കഞ്ചാണ്ട പറമ്പിലിറക്കാം. അത് നമുക്ക് കുഴപ്പമില്ലല്ലോ, പട്ടയില്ലാത്ത ഭൂമിയാണ്. ബോട്ട് എടുത്തിട്ട് വേണ. ഈ വരവ് ഞാൻ കുറച്ച് നേരത്തെ പ്രതീക്ഷിച്ചതാ. തന്നെ. പക്ഷെ എങ്ങനെ മച്ചു വെറും കൈയോടെ വരണത്? പഴയ തോഴന്മാരില്ലേ, അതും പണ്ട് എങ്ങനെയൊക്കെ പിരിഞ്ഞു പോയവര്. എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങളുമായിട്ട് വേണ്ടേ വരാ, അതല്ല എന്റെ ഒരു മുറ. ഞാനാലോചിക്കണ്ടേ, നമ്മുടെ രമണേച്ചിയുടെ ഒരു 4 സെന്റ് ഇതാണോ അല്ലെങ്കിൽ അതാണോ സംശയം. എളുപ്പം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞു തരാം. എല്ലാത്തിനും പറ്റുന്നുണ്ട് ഇതന്നെ. കാരണം ഇത് കൊള്ളണ്, രമണേച്ചിയുടെ പറമ്പിലൊരു കൊള്ളുണ്ട്, എനിക്കറിയാത്. മുകളിലേക്ക് മാങ്ങ പറയും, താഴേക്ക് ചെളികുത്ത്. മാങ്ങ പറി ചെളികുത്ത്, മാങ്ങ പറി ചെളികുത്ത്. മാങ്ങ പറിച്ചിട്ടേ ചെളികുത്താവും. ദർശനം ചെളി മാത്രം കുത്തിക്കൊണ്ടിരിക്കുന്നത്. മാങ്ങ പറിക്കുമ്പോൾ നിന്റെ കെട്ടിയാൻ വരുമോ? ഞാൻ ഒരു ബോട്ട് ഇറക്കാൻ പോണ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ. ആ ബോട്ട് വരട്ടെ. യെസ്, അതൊരു ചെറിയ ബോട്ടിന് നമ്മൾ ആദ്യമായിട്ട് ഇറക്കാൻ പോണത്. ബോട്ടിന്റെ പേര് എന്താ അറിയോ? എന്നിട്ട് വേണ്ട പേര് ശക്തി വെള്ളം. ശക്തി കേട്ടാ. അപ്പൊ ഒരു ഓഫ് റോഡർ വന്നോണ്ടിരിക്കുന്നു.
കമാൺ ഈ ഓഫ് റോഡ് വണ്ടി എന്തിനുള്ള ഓഫ് റോഡ് വണ്ടികളൊക്കെ ഏകണ്ടിയുള്ള ഒരു മേടിക്കുക അല്ലെങ്കിൽ കണ്ണിപ്പാള്. ഞാൻ ഓഫ് റോഡ് വണ്ടി കേട്ടാ. ഓക്കെ നോക്കി പോട്ടാ. ഓക്കെ ഗൈസ്, അടുത്തത് നമ്മുടെ ചെക്കൻ നമുക്ക് വേണ്ടിട്ട് ഒരു ബോട്ട് ഇറക്കണ്ട്. പേരുന്നിട്ടാ മാണിക്കനാ. അപ്പൊ കാര്യങ്ങളാണല്ലോ. എന്നെ കൊണ്ട് ആ ക്രൂരത ചെയ്യിപ്പിച്ചത് തോട്ടപ്പള്ളിക്കാരാണെങ്കിലും ഇപ്പൊ തിരുത്തിപ്പിച്ചത് എന്റെ ശിഷ്യനാ മിയാവി. നിന്റെ പണയിടപാട് പോലെയല്ല എന്റെ അടിയിടപാട്. കൊടുത്തത് കിട്ടിയില്ലെങ്കിലും കിട്ടിയത് കൊടുക്കായിരിക്കൂല ഏട്ടാ. അതിപ്പോ പെരുന്നാളിനായാലും ശരി, പെരുന്നാളിനായാലും സാറേ. കഥയിലെ രാജകുമാരിയും ഗോപകുമാരനും ഒന്നാവാ. നല്ല രസല്ലേ? എന്നാലും നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റി തന്ന നമ്മുടെ പഞ്ചായത്തിനോട് നമ്മൾ നന്ദി പറയണ്ടേ? എന്തായാലും പറയണം. യെസ്, അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സംഭവം നിറവേറിയിരിക്കുകയാണ് ഗൈസ്. നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. കമോൺ, ഇത് കഴിയില്ല. ഏക്കർ കണക്കിന് ഭൂമിയാണ്, തരിശ് ഭൂമിയായിരുന്നു. അതെ ഒക്കെ വെള്ളച്ചാട്ടായി. ഉണ്ണിക്കുട്ടാ, മോനെ ഉണ്ണിക്കുട്ടാ, എന്റെ ചേച്ചി വന്നടാ. കാണാൻ പോണതാണ് ഇവിടത്തെ പെരുങ്കുളം. ഈ പെരുങ്കുളത്തിന്റെ പ്രത്യേകത ഗൈസ് എനിക്കറിയില്ല, നിങ്ങൾ തന്നെ ഒന്ന് കണ്ടിട്ട് പറയും. എന്തായാലും നമുക്ക് നോക്കാം. കമോൺ ഗൈസ്, നോക്കിയേ ചാടിക്കുളിക്കാൻ എനിക്ക് മുന്നേ ആരോ ഒന്ന് റിമിട്ടു. എനിക്ക് മുന്നേ ആരോ വന്നിട്ട് ഇവിടെ കൃഷി ചെയ്ത് ഗൈസ്. എനിക്കതാണ് മനസ്സിലാവത്തെ. ഐ നോ മാൻ, ഒരു രക്ഷയിലെത്താ. ഞണ്ടായിരുന്നാ നിന്നതാ, നീയാണോ ചെയ്തേ? കൊള്ളാടാ, എന്നാലും കുറേ ഞണ്ട് ഇതിണ്ട് വെള്ളം. എന്നാലും കൃഷി ചെയ്യുമ്പോഴാ ഞണ്ടിന് അടിപിടി കഴിച്ചു. ഓ മാൻ, എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് ഈ ഒരു കാഴ്ച കാണാൻ പറ്റിയത്. കാരണം നമ്മുടെ നാട്ടിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം കാഴ്ചത്. ചാനൽ കൊടുക്കാൻ തന്നെ എന്തുട്ട് ഇതിന്റെ അവസ്ഥ ഒന്ന് പറഞ്ഞേ വിളിച്ചേ. അവസ്ഥ എന്തൊക്കെ ഞാൻ പറയാനുള്ളത്, ഇത് കണ്ടൂടെ ഇപ്പൊ എങ്ങനെ ഇരിക്കണം ഗൈസ്? അപ്പൊ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയൊരു എന്താ പറയുക ബിസിനസ് ഉയർത്തി തന്ന നമ്മുടെ ഏങ്ങണ്ടൂർ ഗ്രാമപഞ്ചായത്തിനും ഇവിടുത്തെ എല്ലാവിധ ആളുകൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഇത്രയും വലിയ ഓപ്പർച്യൂണിറ്റി ഗൈസ് വേറെ ഏത് സ്ഥലത്ത് കിട്ടും? അത് നമ്മുടെ ഏങ്ങണ്ടൂർ, നമ്മുടെ പൊക്കളങ്ങര ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയിട്ടാ ഗൈസ്. അപ്പോൾ എനിക്ക് ഈ ഒരു അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ. കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഏങ്ങണ്ടൂരത്തെ ഈ വഴി എന്ന് പറഞ്ഞെങ്കിൽ, പൊക്കളങ്ങര വഴി എന്ന് പറഞ്ഞാൽ നാഷണൽ സ്കൂള്, സെൻറ് തോമസ് സ്കൂള്, തിരുമല സ്കൂള്, അവിടുത്തെ പിള്ളേരൊക്കെ പോണ വഴിയേട്ടാ. പിന്നെ നാട്ടുകാരും ഭയങ്കര സന്തോഷത്തിൽ അല്ലേ, ദുഃഖത്തിൽ ഞാൻ പറയില്ല, എല്ലാവരും സന്തോഷത്തില്ല. കാരണം എന്താ, മഡ് റേസ്, കൃഷി, കാർഷിക രംഗത്ത് വൻ കുതിപ്പ് ഗൈസ്. കണ്ടില്ലേ, നമ്മൾ കണ്ട സാധാരണ കൃഷി ഒന്നല്ല, ക്രാബാണ്, ക്രാബ്. ഇങ്ങനെ ഇവിടെ കിട്ടും ഗൈസ്. വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുക. ഇന്നാള് ഞാൻ ഇതിലേ പോകുമ്പോൾ 2 കപ്പിൾസ് വീണെടുക്കുന്നു. കുഴിയാന്ന് മനസ്സിലായില്ല, ഫുള്ള് വെള്ളമായിരുന്നു. പിന്നെ എനിക്ക് ഇവിടുത്തെ ഏറ്റവും വലിയൊരു സംഭവം തോന്നി എന്നിട്ട് അറിയും, നമ്മുടെ തൊട്ടടുത്തിന് വെൽക്കെയർ ഹോസ്പിറ്റൽ. ആ വെൽക്കെയർക്ക് ഗർഭിണികളായ ചേച്ചി പോകുമ്പോൾ ഈ വഴി പോയി കഴിഞ്ഞാൽ സുഖപ്രസവം. അവിടെ നമ്മൾക്ക് നേരെ കുട്ടീനെയൊക്കെ ഡെലിവറി കഴിഞ്ഞ് അവർ സെറ്റായി തരും. അജാതി ഫെസിലിറ്റി തോന്നില്ല ഗൈസ്. ഈ ഒരു കാര്യത്തിൽ ഞാൻ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന് അതോ ഇവിടുത്തെ വാർഡ് മെമ്പർ ഞാൻ കുറ്റം പറയില്ല കേട്ടോ. കാരണം അവരെ കൊണ്ട് പറ്റാണ്ടല്ലോ ഇത്. നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ നാട്ടുകാർ അനുഭവിക്കുക എല്ലാവരും കൂടി. എന്തായാലും ഞാൻ സന്തുഷ്ടനാണ്. കൃഷി, കാർഷികം, പിന്നെ വിനോദസഞ്ചാരം. പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നു അറിയോ, ആ കാണണേ കുളല്ലേ, അത് ഞാൻ കയാക്കിങ്ങിന് വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏങ്ങണ്ടൂർക്ക് വന്നാൽ മതി, അതും പൊക്കളങ്ങര സെൻറ്ററിൽ കേട്ടാ. കയാക്കിങ് വിത്ത് ഡൈവിങ്. കമാ കുഴിയുണ്ടവിടെ. പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഷിബിറില്ല. ഇപ്പൊ എങ്ങനെ ഇരിക്കണം